ഇനിയിപ്പോ കഴിയാത്തോലുണ്ടെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ ലോൺ ഇട്ട് കൊടുത്താണ്ട് വണ്ടി എടുക്കട്ടെ. ഒരു 60 75 ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? 300 റുപ്യാണ് നമുക്ക് ചോദിക്കണ്ടേ? നെഗോഷ്യബിള് ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് പരിപാടി ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര തന്നെ? രണ്ടാമത്താണ്. 1.5 ലക്ഷം വണ്ടി ഇറക്കാലോ അല്ലേ? 3.25 ലക്ഷം റുപ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കും. 1 ലക്ഷം റുപ്യാണ് ഉള്ളിൽ 1 ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കല്ലേ? 5.40 ചോദിക്കണ്ട. 5,30,000 റുപ്യ കൊടുക്കണം. ലേഡീസിന് പറ്റിയൊരു വണ്ടിയാണല്ലോ. ലേഡീസ് ഹൈറ്റ് ഡ്രൈവിംഗ് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണല്ലോ. 4 യോക്കോമോന്റെ പുത്തൻ ടയർ പെട്ടണം. 4 പുത്തൻ ടയറാണല്ലോ. പുത്തൻ ടയർ ഫാൻസി നമ്പർ ഉണ്ട്. നമ്മൾ ഫ്രീ ആട്ടാ. എക്സ്ട്രാ കായൊന്നും അതിനൊന്നും നമ്മൾ എക്സ്ട്രാ ഇടുന്നില്ല. ഫ്രീ ആയിട്ട് നമ്പർ കൊടുക്കണം. നമുക്ക് ഇതെടുക്കാൻ പറ്റില്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വീണ്ടും എത്തിക്കേണ്ടത്. ബാവാക്കാൻ്റെ MK മോട്ടോഴ്സ് തന്നെയാണ് വീണ്ടും എത്തിക്കേണ്ടത്. ഏകദേശം ഒരു 15ഓളം വണ്ടികളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിന്ന് കോഴിക്കോട് റോഡ് കയറിയ മച്ചിങ്ങലിട്ട ക്ലാസിക് ഉണ്ടായ ഷോറൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് യൂസർ കാറിൻ്റെ ഷോപ്പ് വരുന്നത്. ആ 15ഓളം വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. ഇവിടെ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ അതിൽ കാണുന്നത് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പറ്റുന്നുണ്ട് ASR കേട്ടോ. ഞങ്ങൾ ഡീറ്റെയിൽസ് 2010 വണ്ടിയാണ്. LXI SC പാർ സ്റ്റാറിംഗ്. നല്ല വണ്ടിയാണ്, ക്ലീൻ വണ്ടി. ഓപ്ഷനൊക്കെ തരുന്നുണ്ട്. LXI SC പാർ സ്റ്റാറിംഗ്. നല്ല കിലോമീറ്റർ 1.20 ചില്ലറ ഓടിക്കുന്നുണ്ട്. 1 ലക്ഷത്തിന് മേലെ ഓടിക്കുന്നു. രണ്ടാമത്തെ ഓണർ. സെക്കൻഡ് ചാവി വരെ ഉണ്ട്. സെക്കൻഡ് ചാവി ഒക്കെ ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ടോ? സർവീസ് ബുക്ക് ഇനി ഡാഷിലൊന്ന് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോ നമുക്ക് ഇന്ന് പോളീസ് സർവീസ് ഒക്കെ ചെയ്തിപ്പോ എത്തിയിട്ടുള്ളൂ അല്ലേ? ഷോപ്പ് കയറ്റിയിട്ടില്ല. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേഞ്ച് ചെയ്തു. ഫുള്ള് മാറ്റി ചെയ്തു. നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നതായിട്ട്? ഇത് നമുക്ക് 1,40,000 റുപ്യ കൊടുക്കേ. 1,40,000 കൊടുക്കാം. 10 വണ്ടിയല്ലേ? ചോദ്യം 45 1.5 ചോദിക്കും. പക്ഷെ 1,40,000 റുപ്യ കൊടുക്കാം. അതിന് നെഗോഷ്യബിൾ ഇട്ടോ? നമുക്ക് ആവശ്യക്കാർ വരിക, അതിനനുസരിച്ച് നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാവില്ല. നാലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പിന്നെ എത്ര ലോണൊക്കെ ഏകദേശം കയറുക? ഇത് ലോണൊരു 60 റുപ്യ 75 റുപ്യ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ മൈലേജ് എത്ര? 15-16 പ്രതീക്ഷിച്ചാൽ മതി. കിട്ടുള്ളൂ അല്ലേ? SR പൊതുവെ ആൾട്ടന്റെ മൈലേജ് കിട്ടൂല. എന്നാലും നല്ല നല്ല സുഖമാണ്. ഒരു 15 വരെ മാക്സിമം മൈലേജ് കിട്ടും. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തോളം പച്ചപ്പുണ്ട് ഷവർലെറ്റിന്റെ സ്പാർക്ക് കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2011 വണ്ടിയാണ്. 1 ലക്ഷം ഓടി ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട്. നല്ല വണ്ടി. സീറ്റ് കവറൊക്കെ ഉഷാറായിക്കണം. ഇത് ഓപ്ഷൻ അല്ലേ? ഇത് ഫുള്ള് SC പാർ സ്റ്റാറിംഗ് പവർ ഇന്ത്യൻ്റെ ഉണ്ട്. അതാണല്ലേ? ഫുള്ളോടാണ്. 4 പുത്തൻ ടയർ പുതിയ ടയറാണ്. അപ്പോളോന്റെ പുത്തൻ ടയറൊക്കെയാണ്. കാലിട്ടുണ്ട്. അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇത് ചോദിക്കാനേ 95 1 ചോദിച്ചോണ്ട് 90 റുപ്യ കൊടുക്കാം. 90 റുപ്യ ലാസ്റ്റ് നമുക്ക് ഫൈനലാക്കി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. അങ്ങനെയും കൊടുക്കല്ലേ? ആവശ്യക്കാരോട് വന്നാൽ മതി. ചെറിയ ആവശ്യക്കാർക്ക് വരുമ്പോഴേ നമുക്ക് ലോൺ നമുക്ക് എടുക്കാൻ ചെയ്തെടുക്കാൻ പറ്റും. പ്രയാസമാണ്. എന്തെങ്കിലും പറ്റ കൊടുക്കേണ്ടവർക്ക് നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ചെറിയൊരു മട്ടത്തിൽ ചോട്ടത്തിലുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കും ചെയ്യാറല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ആവശ്യക്കാർക്ക് ഒരു വണ്ടി എടുക്കണം നിർദ്ദേശത്തിൽ വരുന്നവരാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കല്. അങ്ങനത്തെ പറ്റിയൊരു വണ്ടി ആണേന്നില്ല. ചെറിയൊരു വണ്ടി. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോളാണ്. മൈലേജ് ഏകദേശം ഒരു 15-16 പ്രതീക്ഷിച്ചാൽ മതി. 15-നുള്ളിലാണ് മാക്സിമം മൈലേജ് കിട്ടുള്ളൂ അല്ലേ? കംപ്ലൈന്റ് ഒന്നും വരില്ല. ഒന്നുമില്ല അല്ലേ? പിന്നെ പെട്രോൾ ആകുമ്പോൾ പിന്നെ അധികം കംപ്ലൈന്റ് വരാത്ത പാർട്സിന് വല്ല വരില്ലല്ലോ. 2000 അൾട്ടൊക്കെ കൊടുക്കണ്ടേ? 90 റുപ്യക്കെല്ലാം ചോദിക്കണ്ടേ? അപ്പൊ നോക്കുമ്പോ 11 വണ്ടിയാണ്. റിനീവലിനൊക്കെ ടൈമുണ്ട്. ഫുള്ളൊക്കെ ഇന്റീരിയർ ഒക്കെ നല്ല. 24 വരെ പേപ്പർ ഉണ്ടാവില്ലേ? 24 26 വരെ ഉണ്ടാവും. 26 വരെ പേപ്പർ ഉണ്ട്. 11 മോഡൽ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മളെ പരിചയപ്പെട്ട ബൊലേറോ കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ്? 2011 ബൊലേറോ. 10 മോഡലുള്ളൂ. 11 രജിസ്ട്രേഷൻ നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. 5 ടയറുണ്ട്. പിന്നെ 5 അലൈവിയാണ്. കേരിയർ ഉണ്ട്. സീറ്റ് കവർ ഉണ്ട്. നല്ല വണ്ടിയാണ്. മെക്കാനിക്കും ഫുള്ളാ. മെക്കാനിക് പരമായിട്ടൊക്കെ ഫുള്ളാ. നല്ല വണ്ടിയാണ്. എത്ര ഓടിക്കണ്ടത്? ഇത് 1.30 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ.
എത്ര ഉദ്ദേശിക്കുന്ന റേറ്റ്? ഇത് 3 റുപ്യാണ് നമുക്ക് ചോദിക്കണ്ടേ. നെഗോഷ്യബിൾ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്ര കയറുന്നു? ലോണ് 2 റുപ്യേൻ്റെ അടുത്തൊക്കെ നമുക്ക് ചെയ്യാല്ലേ. ഏകദേശം ഇപ്പോൾ ഈ വണ്ടി ഇറക്കണേ ഏകദേശം 1.5 ലക്ഷം നമുക്ക് വണ്ടി ഇറക്കാമല്ലേ. പിന്നെ ബാക്കി പിന്നെ പ്രൊഫൈൽ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളല്ലേ. പിന്നെ അത് ഡീസൽ ആകുമ്പോൾ മൈലേജ് ഏകദേശം ഒരു 14 കിട്ടുന്നുണ്ടാവും. 14-15 തന്നെ അതിനുള്ളിലല്ലേ കിട്ടുള്ളൂ. വേറെ കുഴപ്പം എഞ്ചിന് കംപ്ലൈന്റ് വരൂല. അപ്പൊ പവറായിക്കാരം ആൾക്കാർ ഡി എഞ്ചിൻ ചോദിച്ചാണ് വരില്ല മെയിൻ ആയിട്ടില്ലേ. അപ്പൊ ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ ബാവാന്റെ അടുത്ത് സാധനം ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വിളിച്ചാൽ മതി, സാധനം കിട്ടും. മനസ്സിലപ്പോ അടുത്ത നമ്മളെ പരിചയപ്പെട്ട് സാൻഡ്രോ കേട്ടോ. വീണ്ടും ഒരു സാൻഡ്രോ. എങ്ങനെ ഡീറ്റെയിൽസ്? 2006 മോഡൽ സാൻഡ്രോ. ഇത് 95 റുപ്യാണ് വില ചോദിക്കണ്ട്. 90 റുപ്യ കൊടുക്കാം. ഫുള്ള് പുതിയ പേപ്പറിലോ എല്ലാം പേപ്പർ ഫുള്ള് പക്കയാണ്. പിന്നെ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് പേപ്പർ വർക്ക് ഒന്നും ചെയ്യാനില്ല. നല്ല വില കൂടി അലവിയിലുണ്ട്. നല്ല 4 ടയർ ഉണ്ട്. സെറ്റ് പുതിയ ടയർ ഏകദേശം ഉണ്ടല്ലോ. ഏകദേശം 90 റുപ്യാണ് പറഞ്ഞതല്ലേ. ലോണ് കയറിയുമ്പോ പിന്നെ ഒരു 30 റുപ്യ 40 റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കല്ലേ. ഇനിയിപ്പോ കഴിയാത്തോളം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ ലോൺ ഇട്ട് കൊടുത്താണ്ട് പോലെ വണ്ടി എടുക്കട്ടെ. വണ്ടി എടുക്കാതെ ആരും പാടില്ല. എല്ലാവർക്കും കാറുമാണ്. ആരെ പറഞ്ഞിട്ട് കാറില്ല. അവര് പെരയിലൊരു ആവശ്യത്തിന് ഒരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാറ് നിർബന്ധമാണ്. ചെറിയൊരു ഫാമിലിക്ക് പോകാൻ പറ്റില്ല. രാത്രിയാണെങ്കിലും അവനാന്റെ അടുത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ ചാട്ടാക്കി വിടാലോ അത്യാവശ്യ ഘട്ടത്തില്. പിന്നെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും റീപ്ലേസ് പരിപാടി ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര? 2ാമത്താണ് ഓണർഷിപ്പാണ്. കിലോമീറ്ററിന്റെ കാര്യം? കിലോമീറ്റർ 1 സംതിങ് ഓട്ടം 2006 ഉണ്ടല്ലോ. 1 കിലോമീറ്റർ അപാകതവും കാര്യങ്ങളും ഇഞ്ചപരമായും എല്ലാം പരമായും ഫുള്ള് പക്കയാണ്. ഒന്നും ഒരു കുഴപ്പങ്ങളൊന്നും ചെക്ക് ചെയ്യാലോ. 2006 വണ്ടിയല്ല, ചെക്ക് ചെയ്ത് എടുക്കും ചെയ്യാമല്ലോ. ഇനി വണ്ടി എടുക്കുന്നവർക്ക് എണ്ണ അടിക്കാൻ കൂടും. അത്ര മാത്രം ജിമ്മ ചെയ്യാനുള്ളൂ. പേപ്പർ എടുക്കാൻ നല്ലൊരു എമൗണ്ട് ചിലവാണ്. ഇൻഷുറൻസ് ഒക്കെ എടുത്തു. ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെട്ട് വാഗണർ കേട്ടോ. ഓട്ടോമാറ്റിക്കല്ലേ 2017 ഓട്ടോമാറ്റിക് VXI ഓപ്ഷൻ വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. സെക്കൻഡ് ജോയിൻ സർവീസ്, ഇൻഷുറൻസ് ആണ് ഒക്കെ ഉണ്ട്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ആണല്ലേ? കറക്റ്റ്. ഓട്ടോ എത്ര തന്നെ? ഓട്ടോ 55,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. അതേ ചോദിച്ചത് എങ്ങനെ ചോദിക്കുകയാണല്ലോ. അല്ല, ഇനിയിപ്പോ കാണേണ്ടവർക്ക് ചോദിക്കണം. അല്ലെങ്കിൽ കറക്റ്റ് സർവീസിലാണ്. കമ്പനി കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആണല്ലോ. കറക്റ്റ്. ഉദ്ദേശിക്കുന്ന റേറ്റ് എത്ര? ഇത് നമുക്ക് 4,65,000 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ എന്തായാലും ഉണ്ടാവും. ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്ര കയറുമ്പോൾ? ഒരു 3.5 ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. 3 ലക്ഷം വരെ മാക്സിമം ലോൺ കൊടുക്കാം അല്ലേ? എത്ര ഏകദേശം ഇപ്പോൾ വണ്ടി ഇറക്കണേ ഏകദേശം എത്ര വേണം? 1 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കല്ലേ. പിന്നെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ലേഡീസിന് പറ്റിയൊരു വണ്ടിയാണല്ലോ. പറ്റിയൊരു വണ്ടിയാണല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെട്ട് ഇത്യോസ് ലീവ് കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2015 VX ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണല്ലേ. സിംഗിൾ ഓണർ വണ്ടി. അപാകതകളൊന്നുമില്ല. 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 കറക്റ്റ് സർവീസ് 95,000 കറക്റ്റ് ഓട്ടം. കറക്റ്റ് ഓട്ടം, കമ്പനി സർവീസ്, കമ്പനി കാര്യങ്ങൾ ഫുള്ള് പക്കാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർ. എത്ര നമ്മൾ ചോദിക്കേണ്ട റേറ്റ്? ഇത് നമ്മൾ 5.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ എന്തായാലും ഉണ്ടോ? ചെറിയ ചെയ്ത് കൊടുക്കാം. 4 യോക്കോമോന്റെ പുത്തൻ ടയർ പെട്ടണം. 4 പുത്തൻ ടയറാണല്ലോ. പുത്തൻ ടയർ. ഫാൻസി നമ്പർ ഉണ്ട്. നമ്മൾ ഫ്രീ ആട്ടോ. എക്സ്ട്രാ കാര്യമൊന്നും നമ്മൾ എക്സ്ട്രാ ഇടുന്നില്ല. ഫ്രീ ആയിട്ട് നമ്പർ കൊടുക്കണം. നമുക്ക് എടുത്തേക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ലോണൊക്കെ ഏകദേശം ലോൺ നമുക്ക് 4 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര ഏകദേശം ഇപ്പോൾ ഈ വണ്ടി ഇറക്കണേ ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. 1 ലക്ഷത്തിനുള്ളിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ബാക്കി തന്നെ ലോൺ ഇട്ടാൽ മതിയല്ലോ അല്ലേ? പിന്നെ മൈലേജ് പെട്രോൾ ആകുമ്പോൾ ഏകദേശം ഒരു 17-18 ഉള്ളിൽ പ്രതീക്ഷ. അതിനുള്ളിലാണ് മൈലേജ് കിട്ടില്ലേ? കുറെ കൂടുതൽ കിട്ടുന്നല്ലേ? കുറെ പെട്രോളിന് കുറെ കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? എന്തായാലും കമന്റ് എന്തായാലും കിട്ടുള്ളൂ അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ക്വാളിറ്റി വണ്ടി, ഫുൾ ഗ്യാരണ്ടി വണ്ടി അല്ലേ? ആവശ്യക്കാർക്ക് പെരിയിലോടാനേ പറ്റിയൊരു വണ്ടി അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2014 VDI ആണ്. ഡീസലാട്ടാ. ഡീസൽ VDI. ഓക്കെ. തൊട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ല. അത് ഇങ്ങനെ വെറുതെ ചോദിച്ചാണ്. അല്ല, നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഇത് വേണ്ടല്ലോ, വ്യത്യാസം വേണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാണ്. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1.18 കറക്റ്റ് സർവീസ്. മേജർ സർവീസ് സർവീസ് എടുത്താണല്ലേ? 4 ടയറും ഫുള്ളാണ്. ഫുൾ ടയറാണ്. പിന്നെ 15 ഇഞ്ച് അലോയ് ഉണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. ക്വാളിറ്റി ഉള്ള. പിന്നെ അഡീഷണൽ എന്തെങ്കിലും ചെയ്തോ? വേറെ ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണല്ലേ? എത്ര ഉദ്ദേശിക്കുന്നതായിട്ട്? ഇത് നമുക്ക് 4,25,000 രൂപ കൊടുക്കാം.
നെഗോഷ്യബിൾ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ആള് വരുന്നതനുസരിച്ചൊക്കെ ചെയ്യാം. പിന്നെ ലോണൊക്കെ ഏകദേശം എത്ര കയറും? ലോൺ നമുക്കൊരു 3-3.5 റുപ്യൻ്റെ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-70 വണ്ടി ഇറക്കാൻ പറ്റും. നല്ല പാർട്ടിയാണ് നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാലോ അല്ലേ? പിന്നെ അതിന് ഏകദേശം ഒരു 10-18 കിട്ടുള്ളൂ. സുഖമായിട്ട് ഇരുവിൻ്റെ അടുത്ത് നമുക്ക് സുഖമായിട്ട് മൈലേജ് കിട്ടുമല്ലോ അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. കമ്പനി കാര്യം ഫുള്ള് സെറ്റിൽ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2016 പെട്രോളാണ്. 2016 പെട്രോൾ ഇഞ്ച് രണ്ടാമത്തെ ഓണർ 54,000 ഓടിയത്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ക്ലീൻ വണ്ടി. ഓപ്ഷനാ വരണ്ടേ? ഇത് ഓപ്ഷൻ VXI ഓപ്ഷൻ തന്നെ. പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ പെട്രോൾ വണ്ടി. പിന്നെ മൈലേജ് എന്തായാലും ഒരു 16-17 ലെവലിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എന്തായാലും വേറെ അപാകതകളോ തട്ടുമുട്ട റീപ്ലേസ് ആയിട്ട് ഒന്നും ചെല്ലാം. എത്ര നമ്മൾ ചോദിക്കുന്നതായിട്ട്? ഇത് 5,10,000 റുപ്യ കൊടുക്കാം. ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ എന്തായാലും മാറ്റം ചെയ്ത് കൊടുക്കും ചെയ്യല്ലോ. പിന്നെ ലോണൊക്കെ ഏകദേശം എത്ര? ഇത് 4,000 റുപ്യ ലോൺ ഇട്ട് കൊടുക്കണം. 4,000 റുപ്യ ലോൺ. ഏകദേശം വണ്ടി ഇറക്കണേ ഇപ്പൊ എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഒരു 50-60 റുപ്യ ഉണ്ടെങ്കിലും ഇറക്കാം. 60 റുപ്യ നമുക്ക് വണ്ടി ഇറക്കല്ലേ? ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ? പക്ഷേ ക്വാളിറ്റി ഇല്ല. കമ്പനി സ്ഥിതി കാര്യങ്ങൾ ഫുള്ള് സെറ്റല്ലേ? സൂപ്പർ ഉണ്ട് അല്ലേ? അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെട്ട് വാഗണർ കേട്ടോ. ഡീറ്റെയിൽസ്? ഇത് 2019. ഇത് ആകെ 20,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ ഉണ്ട്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾഷിപ്പ് വണ്ടി. ഓപ്ഷൻ ഏതുണ്ട്? ഇത് VXI 1.2 ഇഞ്ചാണ് വരുന്നത്. തട്ടുമുട്ട അപാകതകൾ പരിപാടികൾ ഒന്നുമില്ലല്ലേ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ ഫുൾ സെറ്റ് ആണല്ലോ. എത്ര നമ്മൾ ചോദിക്കണമായിട്ട്? ഇത് നമ്മൾ 5,40,000 ചോദിക്കുന്നുണ്ട്. 5,30,000 റുപ്യ കൊടുക്കാം. 5,40,000 ചോദിക്കണം അല്ലേ? 5,30,000 നമുക്ക് വണ്ടി കൊടുക്കാം. അത് പിന്നെ നെഗോഷിയേഷൻ ഇല്ല. 2019 വണ്ടി അല്ലേ? 7 ലക്ഷം റുപ്യ പുതിയ വണ്ടി വില. അതെ, നമ്മളാ ഈ വീഡിയോ കാണുന്നവർക്കായിട്ട് ചെറിയൊരു ഓഫർ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കും ചെയ്യാലോ അല്ലേ? പിന്നെ ലോൺ ഏകദേശം എത്ര കയറും? ലോൺ ഏകദേശം ഒരു 4,000 റുപ്യ ചെയ്ത് കൊടുക്കാം അല്ലേ? ചിലരുടെ ഏകദേശം ഒരു 80 റുപ്യ വണ്ടി ഇറക്കാം അല്ലേ? വണ്ടി ഇറക്കും ചെയ്യാലോ അല്ലേ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും 7 ലക്ഷം റുപ്യൻ്റെ ലെവലിൽ വിലയാണ്. എടുക്കണമെന്ന് പുതിയ വണ്ടി ആകെ 20,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. മാറ്റമില്ലേ? സീറ്റ് കാറൊക്കെ അത്യാവശ്യം ഫുള്ള് വൃത്തിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് വീണ്ടും ഒരു ഈക്കോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2011 ഈക്കോ. AC വണ്ടി, നല്ല വണ്ടി. AC ഉള്ള വണ്ടി തന്നെയാണല്ലേ? സൂപ്പർ വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി വണ്ടി തന്നെയാണ്. കിലോമീറ്റർ ഓടിക്കണ്ടേ? ഇത് 110 ഓടിക്കണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറായിട്ടാണ്. ചെക്ക് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഓണർഷിപ്പാണ് നിഗമനം. അതിൽ ഏറെ ആയിട്ടില്ലല്ലോ? ഓണർഷിപ്പ് ചോദിക്കൂല. ഇനിയിപ്പോ ഇതൊക്കെ സെയിൽസിനും കാര്യമാണ് 90% കൊണ്ടുകൊണ്ടാണല്ലേ? ഇത് സെയിൽസിനും കൂടി വണ്ടിയല്ല, അതുകൊണ്ടാണ് അത്ര വൃത്തിയുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റൊക്കെ എത്ര? ഇത് നമ്മൾ 1.95 ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിൾ എന്തായാലും ആണ്. ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കും ചെയ്യാം. ലോണൊക്കെ ഏകദേശം എത്ര കയറി? ഇത് ഒരു 1.25 പ്രതീക്ഷയാണ്. 1.25 നമുക്ക് വണ്ടി ഇറക്കാം. 1.25 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 1.25 വേണ്ട, 1.25 ലക്ഷം റുപ്യ നമുക്ക് ലോൺ കിട്ടും. 1.95 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5 സീറ്റ് വണ്ടി തന്നെ. 5 സീറ്റ് ആണല്ലേ? 5 സീറ്റാണ്. ഇതെന്താ വെച്ചാൽ ഈ സെയിൽസിന് ഓടിയ വണ്ടിയാണ്. ഉള്ളൊക്കെ തുരുമ്പും കാര്യങ്ങളും അപ്പൊ ഈ സാധനം വില കുറച്ച് കിട്ടൂലേ? തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി വണ്ടി തന്നെയാണല്ലേ? 5 സീറ്റ് വണ്ടി അല്ലേ? എന്താ വെച്ചാൽ ചില കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ ചമ്പൊക്കെ കയറ്റിട്ട് ആകെ നാശാക്കി. ഇതൊന്നുമില്ല. ഇതൊരു ഫാമിലി യൂസ് എടുത്തു വണ്ടിയാണല്ലേ? അതാണ് കംപ്ലൈന്റും കാര്യങ്ങളും തുരുമ്പൊന്നും ഇല്ലാത്തത്. പിന്നെ തട്ടുമുട്ട ആക്സിഡന്റ് പരിപാടി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല. അത് പറയാൻ പറ്റൂലല്ലോ. അത് ഉറപ്പിക്കാൻ കുറച്ച് അതിനൊന്നും വേണ്ടില്ല. ഇതൊന്നും പിന്നെ അധികം കമ്പനിയിൽ നിന്നൊന്നും സർവീസ് എടുക്കൂല. പിന്നെ ചെറിയൊരു പാർട്സിനൊക്കെ ചെറിയ പൈസ വരുള്ളൂ. അല്ലാതെ പൈസ വരുന്നില്ലല്ലോ. വേറെ കുഴപ്പം കാര്യങ്ങളല്ല. ക്വാളിറ്റി വണ്ടി ഏകദേശം ഒരു 10-70 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ചെയ്യാലോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെട്ട റെഡ്സ് കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2014 വണ്ടിയാണ്. VDI ലിമിറ്റഡ് എഡിഷനിൽ വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ റെഡ് കളറൊക്കെ വരുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ആണല്ലേ? ഓക്കെ. ഓട്ടോ ചെയ്യണ്ടേ? മലപ്പുറം വണ്ടി എടുക്കാൻ 10 തന്നെ ആണല്ലേ? എത്ര ഓടിക്കണ്ടേ? 1 ലക്ഷത്തിന് ചെറിയ മേലെ ഓട്ടുണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണല്ലേ? ഉദ്ദേശിക്കുന്ന റേറ്റ് ഒക്കെ എത്ര? ഇത് നമുക്ക് 3.25 ലക്ഷം റുപ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്ര കയറും? ഇതിന് 2.25 റുപ്യ 3 റുപ്യേൻ്റെ അടുത്ത് ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുമോ? 1 ലക്ഷം റുപ്യേൻ്റെ ഉള്ളിലൊക്കെ അടക്കും. 1 ലക്ഷം റുപ്യേൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കല്ലേ? നല്ല സീറ്റ് കവർ ഉണ്ട്. വേറെ അപാകത കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചെറുങ്ങനെ ബമ്പർ കാര്യങ്ങളൊക്കെ ടച്ചപ്പല്ലാതെ വേറെ ആക്സിഡന്റ് പരിപാടികളൊന്നും ഒന്നുമില്ലല്ലോ? ഓക്കെ. ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ മൈലേജ്
മൈലേജ് ഒരു 18-20 കിട്ടും. 18-20 എന്തായാലും ഡീസൽ മൈലേജ് കിട്ടുമല്ലോ അല്ലേ? പിന്നെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം ക്വാളിറ്റി വണ്ടി. നല്ല വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട് അതിന്? ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ വന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്തില്ല. വണ്ടി മെക്കാനിക്കും കാര്യം ഫുള്ള് എടുക്കുന്നവർക്ക് എണ്ണടിക്ക് ഓടി അത്ര മാത്രം ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എൻ്റെ ചെയ്യണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ അതിൽ കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ, നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതേമാതിരി ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.